എന്തോ അമ്മ ഈ കാണിക്കുന്നേ? ഞാൻ അമ്മയ്ക്ക് ഇവിടെ ഇത് ഊഞ്ഞാലിട്ട് തന്നു, പൂക്കൾ ഇട്ട് തന്നു, എന്നിട്ട് നിങ്ങക്ക് പുലിക്കളിക്ക് പോണോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങക്ക് എത്ര വയസ്സായി? 52. പക്ഷെ എന്നെ കണ്ടാ പറയത്തില്ലല്ലോ മോനെ. ഓ, ഞാൻ നിങ്ങളെക്കാളും വലുതായി അമ്മേ. നിങ്ങക്ക് അറിയോ, എന്റെ കല്യാണം ഉറപ്പിച്ച് നിൽക്കുക. നിങ്ങൾ ഇപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇട്ടോണ്ട് പുലികളിക്ക് പോകുന്നേ. പെൺ വീട്ടുകാരറിഞ്ഞ എനിക്കാ നാണക്കേട്. നാണക്കേടോ? നിനക്ക് എന്തിനാടാ നാണക്കേട്? എടാ, ഇതെന്റെ കഴിവാടാ, നിനക്ക് അറിഞ്ഞൂടെ? നിനക്കൊരു കാര്യം അറിയോ? ഞാനും നിന്റെ അച്ഛനും ആദ്യമായിട്ട് പരിചയപ്പെട്ടതേ ഒരു പുഴുക്കടിക്ക് പോയിട്ടാ. പുഴുകടിയോ? എടാ, പുലിക്കളിക്ക് പോയിട്ടാ. എന്നിട്ട് എന്താ, അങ്ങനെ കൊറേ നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തത്രംകാവില് ഞാനും നിന്റെ അച്ഛനും ഒരു പുലികളിക്ക് പോയി. അവിടെ ചെന്നപ്പോ നിന്റെ അച്ഛൻ ഏതോ ഒരു പെൺപുലിയെ പരിചയപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോ നിന്റെ അച്ഛനെയും കാണാനില്ല, പെൺപുലിയെയും കാണാനില്ല. പാവം എന്റെ അച്ഛൻ ഇപ്പൊ എവിടെയുണ്ടോ എന്തോ. പാവം നിന്റെ അച്ഛനെ ആ പെൺപുലിയും കെട്ടി ഇപ്പൊ പാലക്കാട് താമസിക്കുന്നുണ്ട് കേട്ടോ. ഇവർക്ക് ഇപ്പൊ 10, 12 വയസ്സുള്ള 2 പെൺപുലികൾ കൂടി ഉണ്ട്. പാവം അനിയത്തിമാര്. അനിയത്തിമാരോ? നീ ബാക്കി കേക്കടാർക്ക. നിന്റെ അച്ഛൻ പോയതിനു ശേഷമേ എനിക്ക് ഒരുപാട് പ്രപ്പോസലുകളൊക്കെ വന്നു. പക്ഷെ നിന്നെ മാത്രം ഓർത്ത് ഞാൻ ഒന്നിനും പോയില്ല. പക്ഷെ ഇനി അങ്ങനെയല്ലടാ, എനിക്ക് എന്റെ കഴിവുകളൊക്കെ തിരിച്ചെടുക്കണം. അതുകൊണ്ട് ഞാൻ വീണ്ടും അടുക്കളയിൽ നിന്ന് ആരെങ്കിലോട്ട് ഇറങ്ങും. ഇന്ന് എനിക്ക് പ്രോഗ്രാം ഉണ്ട്, ഞാൻ പോവും. ഇന്നാണോ പരിപാടി? കോന്നിക്കാട്ടിലെ മറ്റേ ഒരു യുവതാര ക്ലബില്ലേ അവിടെ. അയ്യോ അമ്മ, അത് കാട്ടുകൂടല്ലേ അമ്മ പോകുന്നത്? അതിനെന്താടാ? നിങ്ങൾ ഈ ഡ്രസ്സ് ഇട്ട് കാട്ടിലേക്ക് പോയിട്ട് വേണം വല്ല ഫോറസ്റ്റുകാരും നിങ്ങളെ കണ്ട് ഒറിജിനൽ പുലിയെന്ന് വിചാരിച്ച് കാഴ്ച ബംഗ്ലാവ് കൊണ്ടിടാം. വേണ്ട. എടാ മക്കളെ, ഇടട്ടേടാ, ഞാനിതൊരു കാഴ്ച ബംഗ്ലാവ് കണ്ടിട്ടില്ലടാ. അതല്ല, നിങ്ങളെ കാഴ്ച ബംഗ്ലാവ് കൊണ്ടിട്ടാ ഞാൻ നിങ്ങളെ അവിടെ വന്ന് കാണണ്ടേ? പിന്നെ നീ അമ്മയെ കാണാൻ വരണ്ടേ? ഓ, കാണാൻ വരുന്നതല്ല പ്രശ്നം. സ്വന്തം അമ്മയെ കാണാൻ 30 രൂപയുടെ ടിക്കറ്റ് എടുത്ത് വരുന്ന ഒരു മോന്റെ അവസ്ഥ. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇന്ന് പോകും. ഇന്ന് വെടിവെപ്പുകാരൻ ശിവരാമേട്ടന്റെ കൂടെ പരിപാടി. ഏത്? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുലികളി വിളിക്കാൻ വരുന്ന ശിവരാമനാ? ആടാ, അയാള് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന്. ഇല്ല എന്നാ എന്തുവാണോ ഇത്? സോറി, മൊബൈലിലെ റിംഗ് ടൂണാ. ഹലോ, എന്തുവാ അമ്മ ഇത്? എടാ, ഈ മ്യൂസിക് എപ്പ കേട്ടാലും ഞാൻ തുള്ളുവാടാ. ആശാനെ, യു വരണ്ട. ഞാൻ ചേച്ചി എന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. ആശാൻ ഓട്ടോക്കകത്ത് തന്നെ ഇരുന്നോ? ശരി ചേച്ചി, വേഗം ആശാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നു. ഏതാശാൻ? ഞങ്ങളുടെ പുലിക്കളിയുടെ മെയിൻ ആശാൻ. പുലിയല്ലേ ഞങ്ങളുടെ മെയിൻ പുലി. എന്നാ ആശാനോട് പോയി പറ, ഞാൻ എന്റെ അമ്മ എങ്ങോട്ടും വിടുന്നില്ല എന്ന്. അതെന്ത്? ഞങ്ങൾക്ക് ഇതുപോലത്തെ പരിപാടിക്കൊന്നും താല്പര്യമില്ല. അച്ഛനില്ലാത്തവനെ കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് പറഞ്ഞ് പൊന്നുപോലെ വളർത്തി ഈ അമ്മേ ഒരാഗ്രഹം പറഞ്ഞപ്പോ സാധിച്ചു തരുന്നില്ല ദൈവൻ. ചേച്ചി കണ്ടോ, കമ്മിറ്റിക്കാര് വിളിച്ചു തുടങ്ങി, പ്രശ്നമായി. കമ്മിറ്റിക്കാര് വിളിച്ചു തുടങ്ങിയല്ലേ? തന്റെ സമയമായടോ. എടാ മോനെ, നിനക്ക് എന്താടാ പുലിയോളിയോട് ഇത്ര ദേഷ്യം? ഒന്നില്ലെങ്കിലും നീ കൊച്ചെടുത്തപ്പോ ഞാനും നിന്നെ ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ച് കൊണ്ടുപോയിട്ടില്ലടാ. നിങ്ങൾ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അന്ന് നിങ്ങൾ എനിക്ക് തന്ന വേഷം എന്താ? കൊരങ്ങൻ. എനിക്ക് തരാൻ പറ്റൂ. അന്ന് വെറുത്തത് ഞാൻ ഈ പരിപാടിയെ. ഇനി അമ്മയും ഞാൻ നാണം കെടാൻ വിടത്തില്ല. ചേടാ, നീ അങ്ങനെ പറഞ്ഞാലോ? എടാ ഒന്ന് വിടടാ മക്കളെ, എന്തുവാടാ? ആശാൻ അവിടെ വെയിറ്റ്. ശരി, എന്നെ വേട്ടക്കാരനാക്കുവാണെങ്കിൽ ഞാനും അമ്മ ഇതാ ഇപ്പൊ ഇറങ്ങും. പറ്റുവോ? നീ അങ്ങനെ ചുമ്മാ ഒന്നും വേട്ടക്കാരനാവാൻ പറ്റത്തില്ല. ഞാൻ ഇതിങ്ങനെ 10 വർഷം എങ്ങനെയൊക്കെയോ ചെയ്തിട്ടാണ് വേട്ടക്കാരനായത്. മിനിമം ഒരു തോക്ക് പിടിക്കാറിയണം, അതുകൊണ്ട് പുലികളെ വെടിവെക്കാൻ അറിയണം. അറിയൂടാ? അതൊക്കെ എനിക്കറിയാം. എടാ, എന്നാ ഞങ്ങളുടെ ആശാൻ പുലി അവിടെ ഇരിക്കുന്നുണ്ട്. നീ പോയി വെടിവെച്ചിട്ട് വന്നാ ഇപ്പൊ കാണിച്ചേരാ എന്റെ അടുത്ത കളി. അയ്യോ ശിവരാമ, താൻ എന്ത് പണിയാ കാണിച്ചേ? ഒന്നാമതെ പ്രാന്തുള്ള ചെറുക്കനെ, അവനെ എങ്ങാനും കൊന്നാ പിന്നെ തീർന്നു. അയ്യോ ചേച്ചി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അവൻ വെടിവെച്ച് കൊല്ലണെങ്കിൽ അതിനകത്ത് ഉണ്ട വേണ്ടേ? ഉണ്ടയില്ലേ? അപ്പൊ കുഴപ്പമില്ല. കൊന്നേ, പുലിയെ കൊന്നേ, നിങ്ങൾ ആശാനെ കൊന്നേ. കൊന്നൂന്നാ? നീ എങ്ങനെയാ ഉണ്ടയില്ലാത്ത
ഏതൊക്കെ തോക്കുന്ന ആശാനെ കൊന്നത്? 2-3 വട്ടം വെടിവെച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തോക്കിൽ ഉണ്ടയില്ലാന്ന്. പിന്നെ ഞാൻ ഈ തോക്കെടുത്ത് അതിന്റെ പാത്തിക്ക് തലക്കടിച്ചിട്ടിട്ടുണ്ട് നിങ്ങൾ ആശാനെ. ആശാനെ!